ഹലോ സ്റ്റുഡൻസ്, എൻ്റെ പേര് ആൻഡോ സേവിയർ മാത്യു. അപ്പം ഇന്ന് ഞാൻ ഒരു പെർമുട്ടേഷൻ ആൻഡ് കോമ്പിനേഷനെ പറ്റി ക്ലാസ് എടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഞാൻ ഈ കൊല്ലം 2024 പ്രിലിംസ് പാസ്സായി, മെയിൻസ് എഴുതിയായിരുന്നു. അതുപോലെ തന്നെ എല്ലാ കൊല്ലവും ഈ കഴിഞ്ഞ എഴുതിയ പ്രിലിംസ് എല്ലാം അതിനകത്ത് CSAT ഞാൻ പാസ്സായിരുന്നു. CSAT ക്വാളിഫൈ ചെയ്തു. GS ചില ഇയറിൽ GS ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല, പക്ഷേ CSAT കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ കൊല്ലവും എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു CSATൻ്റെ ക്ലാസ് എടുക്കുന്നുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് CSATൻ്റെ. അതുപോലെ തന്നെ എൻ്റെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി പറയുവാണെങ്കിൽ MSc ഫിസിക്സാണ്. അപ്പം ഇന്നത്തെ ക്ലാസ്സിന് പെർമുട്ടേഷൻ ആൻഡ് കോമ്പിനേഷനെ പറ്റി എടുക്കാനാണ് താല്പര്യം. അപ്പം ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നമുക്കറിയാം, അത്യാവശ്യം വെയിറ്റേജ് ഉണ്ട്. CSATൻ്റെ ഇതെടുക്കുന്ന നേരത്ത് അത്യാവശ്യം നല്ല വെയിറ്റേജ് ഉള്ള ഒരു ടോപ്പിക് തന്നെയാണ് പെർമുട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ, അതുപോലെ തന്നെ നമ്പർ സിസ്റ്റം, അതൊക്കെ. അപ്പോൾ അതിനകത്ത് പെർമുട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. വലിയ പാടൊന്നുമില്ല. ഇതിൻ്റെ ഓരോന്നൊക്കെ എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടാൻ നേരത്തെ അത് നമ്മളെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ഇതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പറ്റും. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് ഓരോ ടേംസ് എന്തൊക്കെയാണ്, നമ്മൾ ഈ കോമ്പിനേഷൻ എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പെർമുട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പം സപ്പോസ് നിങ്ങൾക്കൊരു നമുക്ക് ക്ലാസ്സിനകത്ത് ഇപ്പോൾ ഒരു ക്രിക്കറ്റ് ടീമാണെന്ന് വെച്ചു. അപ്പോൾ ഒരു ക്രിക്കറ്റ് ടീമിന് 16 പ്ലേയേഴ്സ് ഉണ്ടെന്ന് വെച്ചു. ക്രിക്കറ്റ് ടീമിന്, അതായത് ക്രിക്കറ്റ് ടീം സെലക്ഷൻ ചെയ്യണം. അപ്പോൾ അതിനകത്ത് നമുക്കൊരു 16 പ്ലേയേഴ്സ് ഉണ്ട്. ഈ 16 പ്ലേയേഴ്സിൽ നിന്ന് നമുക്കൊരു 11 പ്ലേയേഴ്സിനെ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. ഓക്കെ, അതായത് 16 പ്ലേയേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. അതിൽ നിന്ന് നമുക്കൊരു 11 പ്ലേയേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പം ഈ ഒരു പ്രോസസ്സിനെയാണ്, അതായത് 16 പ്ലേയേഴ്സിൽ നിന്ന് 11 പ്ലേയേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്ന ഈ ഒരു പ്രോസസ്സ് നമുക്ക് എന്ത് വേണമെങ്കിൽ പറയാം, കോമ്പിനേഷൻ എന്ന് പറയാം. മനസ്സിലായോ? അതായത് കോമ്പിനേഷൻ എന്താണെന്ന് വെച്ചാൽ സെലക്ഷനാണ്, ജസ്റ്റ് സെലക്ഷൻ. അതായത് നമുക്കൊരു 16 പ്ലേയേഴ്സിന് തന്നു, അതിനകത്ത് നിന്ന് 11 പ്ലേയേഴ്സിനെ സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ഉപയോഗിക്കും, കോമ്പിനേഷൻ ഉപയോഗിക്കും. ഓക്കെ, ജസ്റ്റ് ആ ഒരു കൺസെപ്റ്റ് വന്നത്. കോമ്പിനേഷൻ എവിടെയാണ് ഉപയോഗിക്കേണ്ടത്, അതായത് കോമ്പിനേഷൻ എന്ന് പറയുന്നത് സെലക്ഷനാണ്. അതായത് ജസ്റ്റ് 16 പ്ലേയേഴ്സിന് അതിനകത്ത് 11 പ്ലേയേഴ്സിനെ സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ കോമ്പിനേഷൻ ആയിട്ട് ഉപയോഗിക്കും. സപ്പോസ് നമുക്ക് 16 പ്ലേയേഴ്സ് ഉണ്ട്, അതിൽ നിന്ന് 11 വരെ സെലക്ട് ചെയ്യാനും പറഞ്ഞു. 11 പ്ലേയേഴ്സിനെ നമുക്ക് സെലക്ട് ചെയ്യണം, പ്ലസ് ഇവരെ ഓർഡർ അനുസരിച്ച് അറേഞ്ച് ചെയ്യണം. ഓക്കെ, അതായത് സെലക്ഷൻ മാത്രം പോരാ. ഇപ്പോൾ ഒരു ക്രിക്കറ്റ് ടീമാണെങ്കിൽ ഫസ്റ്റ് ബാറ്റ്സ്മാൻ ആരാന്നുള്ളത്, സെക്കൻഡ് ആരാന്ന് പറഞ്ഞത്, തേർഡ് ആരാ തന്നെ, ഇതുപോലെ നമ്മൾ അറേഞ്ച് ചെയ്യല്ലേ. അപ്പം ഈ ഒരു പ്രോസസ്സിൽ, അതായത് സെലക്ഷൻ പ്ലസ് അറേഞ്ച്മെൻറ്റ്, ഈ സമയത്താണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ പെർമ്യൂട്ടേഷൻ അപ്ലൈ ചെയ്യുന്നത് എവിടെയാണ്, ഈ സെലക്ഷൻ പ്ലസ് അറേഞ്ച്മെൻറ്റ് വരാൻ നേരത്താണ് നമ്മൾ പെർമ്യൂട്ടേഷൻ അപ്ലൈ ചെയ്യുന്നത്. അതായത് പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമുക്ക് പറയാം സെലക്ഷൻ പ്ലസ് അറേഞ്ച്മെൻറ്റ്. ഓർക്കുക, കോമ്പിനേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് സെലക്ഷൻ മാത്രമേ ഉള്ളൂ. എന്നാൽ പെർമ്യൂട്ടേഷൻ വരാൻ നേരത്ത് സെലക്ഷനുണ്ട്, അതോടൊപ്പം തന്നെ അറേഞ്ച്മെൻ്റ് ഉണ്ട്. നമുക്ക് ഓരോ പ്രോബ്ലം ചെയ്യാൻ നേരത്ത് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് കിട്ടും. അപ്പം ഒരു പ്രോബ്ലത്തിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഒരു കോമ്പിനേഷൻ എന്താ, പെർമ്യൂട്ടേഷൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയാണ്. അപ്പം അത് പഠിക്കാണ്ട് അത് അറിയത്തില്ലാത്ത ഒരാൾക്ക് അത് പാടായിരിക്കും. ഇപ്പോൾ കോമ്പിനേഷൻ എന്ന് പറഞ്ഞിരിക്കുക സെലക്ഷൻ, പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത് സെലക്ഷൻ പ്ലസ് അറേഞ്ച്മെൻറ്റ്. നിങ്ങൾ ഇതിൻ്റെ ഇക്വേഷൻ, കോമ്പിനേഷൻ്റെയൊക്കെ ഇക്വേഷൻ കേട്ട് കാണും. ദാറ്റ് ഈസ് NCR. നമ്മൾ കോമ്പിനേഷൻ ഉപയോഗിക്കുന്നതാണ് അല്ലേ. അപ്പം NCR എവിടെയാണ് ഉപയോഗിക്കുന്നത്, ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സെലക്ടിങ് R തിങ്സ് ഔട്ട് ഓഫ് N തിങ്സ്. അതായത് R തിങ്സ് ഔട്ട് ഓഫ് N തിങ്സ്. നമുക്കൊരു N തിങ്സ് ഉണ്ട്, അതിനകത്ത് R തിങ്സിനെ നമുക്ക് സെലക്ട് ചെയ്യണം. ഇപ്പം മേളത്തെ ഒരു ഇതാണെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കും, 16C11. അതായത് 16 പ്ലേയേഴ്സ് ഉണ്ട്, അതിനകത്ത് നമുക്ക് 11 പ്ലേയേഴ്സിനെ സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കും, 16C11 എന്ന് ഉപയോഗിക്കും. അതാണ് കോമ്പിനേഷൻ. ഇത് NCR, ദാറ്റ് ഈസ് സെലക്ടിങ് R തിങ്സ് ഔട്ട് ഓഫ് N തിങ്സ്. അപ്പം സിമിലറായിട്ട് ഇതുപോലെ തന്നെ പെർമ്യൂട്ടേഷൻ്റെ കേസ് വരാൻ നേരത്ത് പെർമ്യൂട്ടേഷൻ നമ്മൾ എന്ത് ചെയ്യണം, പെർമ്യൂട്ടേഷനാണ് നമ്മൾ NPR എന്നാണ് പറയുന്നത്. ആൻഡ് അതെന്ന് പറയുന്നത് നമുക്കറിയാം സെലക്ഷനും ഉണ്ട്, എന്തുണ്ട്, അതുപോലെ പിന്നെ എന്തുകൊണ്ട് അറേഞ്ച്മെൻറ്റും ഉണ്ട്. ഓക്കെ, സെലക്ഷൻ പ്ലസ് അറേഞ്ച്മെൻ്റ് ആണ് ഏതെന്ന് പറയുന്നത്, പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സെലക്ടിങ് R തിങ്സ് ഔട്ട് ഓഫ് N തിങ്സ്. അപ്പം ഇത്രയും വരാൻ നേരത്ത് നമുക്കിത് പറയാം, ഇതൊരു കോമ്പിനേഷൻ്റെ പ്രോസസ്സായി അല്ലേ. സെലക്ടിങ് R തിങ്സ് ഔട്ട് ഓഫ് N തിങ്സ് നമ്മൾ മേളിൽ കോമ്പിനേഷൻ തന്നെയാണ്. പ്ലസ് പെർമ്യൂട്ടേഷനകത്ത് അറേഞ്ച്മെൻറ്റ് എന്താ അഡീഷനായിട്ട് വരുന്നത്, എന്താ
നമ്മളിതിനെ അറേഞ്ച് ചെയ്യുകയും ചെയ്യണം. അതായത് ആൻഡ് അറേഞ്ചിങ് ഇറ്റ്. ഇതാണ് പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും തമ്മിലുള്ള ബേസിക് വ്യത്യാസം വരുന്നത്. അപ്പം ഒരു ചോദ്യത്തിനകത്ത് നമുക്ക് ജസ്റ്റ് സെലക്ഷൻ മാത്രം മതിയെങ്കിൽ നമുക്ക് കോമ്പിനേഷൻ അപ്ലൈ ചെയ്താൽ മതി. എന്നാൽ അതിനകത്ത് സെലക്ഷൻ മാത്രമല്ല, അതിനോടൊപ്പം തന്നെ അത് അറേഞ്ച് കൂടി ചെയ്യണമെങ്കിൽ നമ്മളവിടെ എന്ത് ഉപയോഗിക്കും? പെർമ്യൂട്ടേഷൻ ഉപയോഗിക്കും. പിന്നെ നിങ്ങൾ ഈ പ്രോബ്ലം അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ഇത് കണ്ടിട്ട് പേടിക്കുന്നുണ്ട്. നമ്മളിത് അധികം ഉപയോഗിക്കാറില്ല. നമുക്ക് ഫാക്ടോറിയൽ ആ ഒരു രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പ്രോബ്ലത്തിന് ആൻസർ കിട്ടും. അല്ലാണ്ട് ചെറിയ ചെറിയ പ്രോബ്ലംസ് നമുക്ക് ചോദിക്കാറുള്ളൂ. അപ്പോൾ അടുത്ത ഇതിലേക്ക് ഫാക്ടോറിയൽ എന്താണെന്നുള്ളത് ഇതിനകത്ത് അടുത്ത് നമുക്ക് ഇതും കൂടി അറിഞ്ഞിരുന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫാക്ടോറിയൽ എന്താ? നമ്മൾ 3 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ചെയ്യാം? 3 × 2 × 1 ഇതാണ് 3 ഫാക്ടോറിയൽ അല്ലെങ്കിൽ 3 വേസ് ഓഫ് അറേഞ്ച്മെൻറ്റ്. ഓക്കെ, ഇതുപോലെ തന്നെ 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 4 × 3 × 2 × 1 എത്ര കിട്ടും? 24. ഓക്കെ, ഇതുപോലെ അപ്പം ഫാക്ടോറിയൽ എന്താണെന്ന് മനസ്സിലാക്കുക. ജസ്റ്റ് സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റാണ്. 3 ഫാക്ടോറിയൽ എന്താ, ഇതുപോലെ തന്നെ 6 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 6 × 5 × അങ്ങനെ × 2 × 1. ഓക്കെ, ഇനി നമുക്ക് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ നമ്മൾ ചെയ്യാൻ നേരത്തെ ഇതിനൊരു ബേസിക് ഇക്വേഷൻ കൂടി ഉണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലത്തിലേക്ക് എടുക്കാം. ദാറ്റ് ഈസ് NPR എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n മൈനസ് r ഫാക്ടോറിയലാണ്. അതുപോലെ തന്നെ NCR എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. അപ്പം ഈ ഒരു രണ്ട് ഇക്വേഷൻ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടും. അതായത് NPR എന്ന് പറയുന്നത് r ഫാക്ടോറിയൽ ഇൻറ്റു NCR ആണ്. അത് നമുക്ക് ഈ ഇക്വേഷൻ അങ്ങോട്ടും റീഅറേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് കിട്ടും. നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ, അതായത് NPR എന്ന് പറയുന്നത് r ഫാക്ടോറിയൽ NCR. അതായത് നമുക്കറിയാം പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? സെലക്ഷൻ പ്ലസ് അറേഞ്ച്മെൻ്റ് ആണ്. ഓക്കെ, അപ്പം ഇവിടെ NCR നമുക്കറിയാം സെലക്ഷനാണ്, കോമ്പിനേഷൻ അല്ലേ. ഇതെന്ന് പറയുന്നത് സെലക്ഷൻ. ഈ r ഫാക്ടോറിയലാണ് ഇവിടുത്തെ ഏതെന്ന് പറയുന്നത്? അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ പെർമ്യൂട്ടേഷനകത്ത് r ഫാക്ടോറിയൽ എന്ന് പറയുന്നത് അറേഞ്ച്മെൻറ്റ്, NCR എന്ന് പറയുന്നത് സെലക്ഷൻ, പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ സെലക്ഷൻ പ്ലസ് അറേഞ്ച്. അപ്പോൾ നമ്മളോട് ഇനി വല്ല പ്രോബ്ലത്തിനകത്ത് നമുക്ക് കൂടുതലും നമ്മൾ ചോദ്യം ചോദിക്കുന്നത് ഇത് എന്താ പറയുക, ഇത്ര നമ്പേഴ്സ് അറേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ഇത്ര ഇത് സെലക്ട് ചെയ്യുക, ഇങ്ങനെയൊക്കെയാണ് നമുക്ക് പ്രോബ്ലംസ് വരുന്നത്. ഇപ്പോൾ അത് പെട്ടെന്നൊരു ഡെമോ ക്ലാസ് ആയിട്ട് കുറച്ച് സ്പീഡ് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം നമുക്കിനി പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇത്ര ഒന്ന് മനസ്സിലായല്ലോ. അതായത് NPR എന്ന് പറയുന്നത് അല്ലെങ്കിൽ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത് സെലക്ഷൻ പ്ലസ് അറേഞ്ച്മെൻ്റ് ആണ്. അതിനകത്ത് NPR = r ഫാക്ടോറിയൽ ഇൻറ്റു NCR എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതായത് അതിനകത്ത് r ഫാക്ടോറിയൽ എന്ന് പറയുന്നത് അറേഞ്ച്മെൻറ്റും NCR എന്ന് പറയുന്നത് അതിൽ സെലക്ഷൻ പ്രോസസ്സുമാണ്. ഓക്കെ, ഇനി നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യാം ഇതിനു വേണ്ടി. അപ്പം ആദ്യമായിട്ടൊരു സിമ്പിളായിട്ടൊരു പ്രോബ്ലം പറയാം. അതായത് ജസ്റ്റ് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ എഴുതാം. അറേഞ്ച് 4 നമ്പേഴ്സ് 1 2 3 4. ഈ 4 നമ്പേഴ്സിനെ ഒരു 4 ബോക്സിലായിട്ട് എനിക്ക് അറേഞ്ച് ചെയ്യണം. ഇൻ 4 ബോക്സസ്. അപ്പം ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്കറിയാം. അതായത് നമ്മൾ സിമ്പിളായിട്ട് പറയാൻ വേണ്ടി നമ്മൾ ഒരു 4 ബോക്സ് വരയ്ക്കുക. ഓക്കെ, നമുക്ക് 4 ബോക്സിൽ എന്ത് ചെയ്യണം? ഈ 4 നമ്പേഴ്സ് അറേഞ്ച് ചെയ്യണം. ഓക്കെ, ഇത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇത് 4 രീതിയിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് എങ്ങനെ ചെയ്യാം? അറേഞ്ച്മെൻ്റ് ആണ് അല്ലേ, ജസ്റ്റ് അറേഞ്ച് എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പം സിമ്പിളായിട്ട് വേണമെങ്കിൽ പറയാം. ഏതാണ്? എത്രയാണ്? 4 ഫാക്ടോറിയൽ അല്ലേ, കാരണം 4 നമ്പേഴ്സാണുള്ളത്. അത് 4 ബോക്സ് അറേഞ്ച് ചെയ്യാൻ വേണ്ടി 4 ഫാക്ടോറിയൽ വേസിലാണ്. ഇനി ഇത് ഇങ്ങനെ ഡയറക്റ്റ് പെട്ടെന്ന് എഴുതാൻ അറിയത്തില്ലാത്തവർ നിങ്ങൾക്കൊരു പെട്ടെന്ന് മനസ്സിലാവുന്നൊരു കൺസെപ്റ്റാണ്. അതായത് നമ്മൾ 4 ബോക്സ് വരച്ചില്ല, 4 ബോക്സിനകത്താണ് നമുക്ക് വേണ്ടത്. അപ്പം ആദ്യത്തെ ബോക്സിൽ നമുക്ക് എത്ര നമ്പേഴ്സ് ഉൾക്കൊള്ളിക്കാൻ പറ്റും? എത്ര അവൈലബിൾ ആയിട്ടുണ്ട്? അതായത് 1 ഉണ്ട്, 2 3 4. ഈ 4 നമ്പേഴ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഇതിനകത്ത് ഏത് നമ്പർ വേണമെങ്കിൽ നമുക്ക് ആദ്യത്തെ ബോക്സിൽ ഇടാൻ മേലെ. അപ്പോൾ മൊത്തം എത്ര ഡിഫറെൻറ്റ് നമ്പേഴ്സ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും? ഇവിടെ ആദ്യത്തെ ബോക്സിൽ 4 ഡിഫറെൻറ്റ് നമ്പേഴ്സ് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇൻറ്റു ഇനി സെക്കൻഡ് ബോക്സിലേക്ക് വരാൻ നേരത്ത് എന്ത് പറ്റും? ഓൾറെഡി നമ്മളൊരു നമ്പർ ഇവിടെ ഉപയോഗിച്ചു. സപ്പോസ് നമ്മളിവിടെ 1 ഇവിടെ ഉപയോഗിച്ച് വിചാരിച്ചു. പിന്നെ മിച്ചം എത്ര നമ്പേഴ്സ് ഉണ്ട്? 2 3 4 ഉള്ളൂ അല്ലേ, 3 നമ്പേഴ്സ് ഇനി മിച്ചമുള്ളൂ. മനസ്സിലായോ? അതായത് ആദ്യത്തെ ബോക്സിൽ നമുക്ക് 4 നമ്പേഴ്സ് ഉണ്ടായിരുന്നു, 1 2 3 4 ഉണ്ടായിരുന്നു. ബട്ട് സെക്കൻഡ് ബോക്സിലേക്ക് വന്നപ്പോൾ എന്തായി? ഓൾറെഡി ഫസ്റ്റ് ബോക്സ് നമ്മൾ ഒരു നമ്പർ കൊടുത്തു. ഇനി നമ്മുടെ മിച്ചമുള്ളത് 3 നമ്പേഴ്സേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക്
3 ഡിഫറെൻറ്റ് വേസിൽ ഈ സെക്കൻഡ് ബോക്സ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് അടുത്ത തേർഡ് ബോക്സിലേക്ക് വരാൻ നേരത്തോ 2 ഡിഫറെൻറ്റ് വേസ്, ലാസ്റ്റ് ബോക്സിലേക്ക് വരാൻ നേരത്ത് 1. കാരണം എന്താ, സെക്കൻഡ് ബോക്സിലേക്ക് വരാൻ നേരത്ത് നമ്മളിവിടെ സപ്പോസ് ഇവിടെ ഞാൻ 3 ഉപയോഗിച്ചെന്ന് വിചാരിച്ചു സെക്കൻഡ് ബോക്സിൽ. അപ്പോൾ തേർഡ് ബോക്സിലേക്ക് വരാൻ നേരത്ത് എനിക്കിനി 2 നമ്പേഴ്സ് അവൈലബിൾ, 2ഉം 4ഉം മാത്രമേ അവൈലബിൾ ഉള്ളൂ. മനസ്സിലായോ? അപ്പം 2 നമ്പേഴ്സ് ഇവിടെ ഒരെണ്ണം, തേർഡ് ബോക്സിൽ നമ്മൾ ഒരെണ്ണം ഉപയോഗിച്ച് കഴിയാൻ നേരത്ത് നമുക്ക് എന്തൊരു ലാസ്റ്റ് ബോക്സിലേക്ക് വരുമ്പോൾ പിന്നെ ഒറ്റ നമ്പർ അവൈലബിൾ ഉള്ളൂ. അപ്പം ഇതിൻ്റെ ആൻസർ എത്ര കിട്ടും? 24. അതായത് 4 ഫാക്ടോറിയൽ തന്നെയാണ്. അപ്പം ഇത് അറേഞ്ച് ചെയ്യുന്ന മനസ്സിലായി. ആദ്യത്തെ ബോക്സിൽ നമുക്ക് 4 നമ്പേഴ്സ് അവൈലബിൾ ആയിരുന്നു, അത് കൊടുത്തു. സെക്കൻഡ് ബോക്സിലേക്ക് വന്നപ്പം നമുക്ക് 4 നമ്പേഴ്സിനകത്ത് നിന്ന് ഒരെണ്ണം പോയി ആദ്യത്തെ ബോക്സിലേക്ക്, പിന്നെ 3 നമ്പേഴ്സ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. അത് അപ്പം 3 ഡിഫറെൻറ്റ് വേസിൽ സെക്കൻഡ് ബോക്സ് അറേഞ്ച് ചെയ്യാൻ പറ്റി. അങ്ങനെ 4 × 3 × 2 × 1. ഇതുപോലെ തന്നെ വേറൊരു പ്രോബ്ലം, അതായത് ഡൽഹി, ഈ ഒരു വേർഡ് എത്ര ഡിഫറെൻറ്റ് വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് അറിയാം? ഹൗ മെനി വേസ്? അതായത് ഡൽഹി എന്നുള്ളൊരു വേർഡ് ഹൗ മെനി വേസിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും? അതാണ് ചോദ്യത്തിനാണ് ചോദിച്ചതാണ്. അപ്പം ചോദ്യം ഇതിനകത്ത് നമുക്ക് എത്ര വേർഡ്സ് ഉണ്ട്? ഡൽഹി എന്ന് പറയുന്നത് നമുക്ക് 5 ലെറ്റേഴ്സ് ഉണ്ടെന്നറിയാം അല്ലേ? 5 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ 5 ലെറ്റേഴ്സ് എത്ര ഡിഫറെൻറ്റ് വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? 5 ഫാക്ടോറിയൽ വേസിൽ. 5 ഫാക്ടോറിയൽ വേസിൽ നമുക്കിത് അറേഞ്ച് ചെയ്യാം. ദാറ്റ് ഈസ് 120. ഇനി അതല്ല, നമ്മുടെ നേരത്തെ ബോക്സ് മെത്തേഡാണെങ്കിൽ നമ്മൾ 5 ബോക്സ് വരയ്ക്കുക. ഓക്കെ, ഇതിനകത്ത് ഡൽഹി എന്നുള്ള വേർഡ്സാണ് നമുക്ക് അറേഞ്ച് ചെയ്യുക. അപ്പം ആദ്യത്തെ ബോക്സിൽ ഈ ഡൽഹിന്ന് 5 ലെറ്റേഴ്സിനകത്ത് 5 ലെറ്ററിൽ നിന്ന് ഏതിലൊരു 5 ഡിഫറെൻറ്റ് വേസിൽ അറേഞ്ച് ചെയ്യാൻ വരെ. ഇപ്പോൾ ഇവിടെ 5. സെക്കൻഡ് ബോക്സിലേക്ക് വരാൻ നേരത്ത് ഓൾറെഡി നമ്മളൊരു ലെറ്റർ ചൂസ് ചെയ്തു, പിന്നെ മിച്ചം നമ്മുടെ കയ്യിൽ 4 ലെറ്റേഴ്സ് ഉള്ളൂ. അപ്പം 4 ഡിഫറെൻറ്റ് വേസിൽ സെക്കൻഡ് ബോക്സ് നമുക്ക് അറേഞ്ച് ചെയ്യാം. തേർഡ് ബോക്സ് വരാൻ നേരത്ത് 3 ഡിഫറെൻറ്റ് വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താ, ഓൾറെഡി നമ്മൾ 2 ലെറ്റേഴ്സ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞു. ഓക്കെ, അപ്പം തേർഡ് ബോക്സിലേക്ക് വരാനത്ത് 3 ഡിഫറെൻറ്റ് വേസിൽ. അങ്ങനെ ഫോർത്ത് ബോക്സിലേക്ക് വരാൻ നേരത്ത് 2 അതിന് മിച്ചുള്ളൂ. കാരണം ഓൾറെഡി 3 ലെറ്റേഴ്സ് നമ്മൾ ആദ്യത്തെ 3 ബോക്സുകളിൽ കൊടുത്തു കഴിഞ്ഞു. ഇനി ബാക്കി 2 ഉള്ളൂ. അപ്പോൾ ഫോർത്ത് ബോക്സിലേക്ക് വരാൻ നേരത്ത് 2 ഡിഫറെൻറ്റ് വേസിൽ. അതുപോലെ തന്നെ ലാസ്റ്റ് വരുമ്പോൾ 1. നമുക്ക് ആൻസർ എത്ര കിട്ടും? 120 കിട്ടും. ഇനി ഇത് അത്യാവശ്യം എളുപ്പമുള്ള പ്രോബ്ലമാണ്. ഇനി ഇതിനകത്ത് എന്താ പറയുക, നമുക്ക് റെപ്പറ്റീഷൻ വരാം. അതായത് സപ്പോസ് ഈ ഡൽഹിക്ക് പകരം ഈഗിൾ എന്ന് പറഞ്ഞ ഒരു ലെറ്ററാന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം ഈഗിൾ ഇത് ഹൗ മെനി ഡിഫറെൻറ്റ് വേസിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഹൗ മെനി വേസ്. അതായത് ഈ ഈഗിൾ എന്നുള്ള ലെറ്റർ ഇതും 5 ലെറ്റേഴ്സ് ഉണ്ട്. ഇത് എത്ര ഡിഫറെൻറ്റ് വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നു? അപ്പം ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 5 ലെറ്റേഴ്സ് ഉണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത ഡൽഹി പോലെ തന്നെ സിമിലർ ആണ്. ബട്ട് ഈ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിച്ചോ, 2 പ്രാവശ്യം ഈ ഉണ്ട് അല്ലേ? നേരത്തെ ഡൽഹിയിൽ എല്ലാ ലെറ്റേഴ്സും ഡിഫറെൻറ്റ് ലെറ്റേഴ്സ് ആയിരുന്നു. പക്ഷേ ഇവിടെ എന്ത് പറ്റി? ഈ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ ഈ വെച്ചാലും അവസാനം ഈ വെച്ചാലും നമുക്ക് വലിയ ഡിഫറൻസ് തോന്നില്ല. അതായത് സപ്പോസ് അതായത് ഈ ഒരു ലെറ്റർ ഞാൻ എടുത്തെഴുതരാം. അതായത് ഈഗിൾ. ഓക്കെ, ഇതിനകത്ത് ആദ്യത്തെ ഈക്ക് ഞാൻ ഒരു പച്ച കളർ കൊടുത്തു, ലാസ്റ്റത്തെ ഈക്ക് ഞാൻ ഒരു റെഡ് കളർ കൊടുത്തു. അതായത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. അതായത് ഫസ്റ്റ് ഈയും ലാസ്റ്റ് ഈയും അത് നമ്മൾ മനസ്സിലാക്കും. ഞാൻ ഇങ്ങനെ എഴുതുന്നതും അല്ലാണ്ട് തന്നെ ഈ ഈഗിളിൻ്റെ അവസാനത്തെ ഈ ആദ്യമേ എഴുതിയിട്ട് ആദ്യത്തെ ഈ അവസാനം എഴുതുന്നതും ഇത് നിങ്ങൾക്ക് കളറ് മാറ്റി കൊടുത്തോണ്ടാണ് നിങ്ങൾക്ക് ഈ 2 തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. ഓക്കെ അല്ലേ? ഈ ഈഗിളിൻ്റെ ഈയുടെ കളേഴ്സ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഓരോരുത്തരും ഫസ്റ്റ് ഈക്ക് പച്ചയും ലാസ്റ്റ് ഈക്ക് ഈ റെഡും, ആ ലാസ്റ്റ് ഈ ആണ് ഇവിടെ വന്നതെന്ന് ഇത് ചെയ്യുന്നതുകൊണ്ട് കളർ കോഡ് കൊടുത്തുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇതിന് തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. അതല്ലാണ്ട് ഞാൻ ആദ്യത്തെ ഈക്കും വൈറ്റ് തന്നെയാണ്, ലാസ്റ്റത്തെ ഈക്കും വൈറ്റ് തന്നെയാണ്, ഇവിടെയും വൈറ്റ് തന്നെ കൊടുത്താൽ ഇത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അതായത് ഈ ലാസ്റ്റത്തെ ഈ ആണ് ആദ്യമേ വന്നതെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് എന്ത് പറ്റും? ഇത് രണ്ടും സെയിം വേർഡാണ് അല്ലേ? മനസ്സിലായോ? അതായത് ഇത് രണ്ടും സെയിം വേർഡാണ്, അല്ലാണ്ട് വ്യത്യാസമൊന്നുമില്ല.
ഈഗിൾ എന്ന് പറയുന്നത്. അപ്പം ഡൽഹിയുടെ കേസിൽ അങ്ങനെ എല്ലാം ഡിഫറെൻ്റ് ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് റീഅറേഞ്ച് ചെയ്യാൻ നേരത്ത് എന്ത് പറ്റും, ഡിഫറെൻറ്റ് വേർഡ്സ് നമുക്ക് കിട്ടുമായിരുന്നു. പക്ഷേ ഇതിനകത്ത് സെയിം വേർഡ്സാണ്. അപ്പം ഇതാണ് ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യാതുള്ള പ്രശ്നം. അപ്പം ഇത് നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടി നമുക്ക് നേരത്തെ ഇതുപോലെ തന്നെ എന്താണ് ചെയ്യുന്നത്, മൊത്തം 5 ലെറ്റേഴ്സ് ഉണ്ട്. പെട്ടെന്ന് ടോട്ടൽ വൈസ് പോസിബിൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനാണെങ്കിൽ അതിൻ്റെ ആൻസർ നമുക്ക് നേരത്തെ അറിയാം. 5 ലെറ്റേഴ്സ് ഉള്ളപ്പം 5 ഫാക്ടോറിയൽ ചെയ്യുമായിരുന്നു അല്ലേ. അപ്പം ഇവിടെ എന്ത് വരും, ഇവിടെയും 5 ലെറ്റേഴ്സ് ഉണ്ട്. ഇപ്പം ഇതിൻ്റെ ഒരു ചെറിയൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പം അത് ഇക്വേഷൻ നിങ്ങൾക്ക് കാണാപ്പാടം പഠിക്കണമെന്ന് ഞാൻ പറയില്ല. അതൊന്ന് ആ കൺസെപ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ ജസ്റ്റ് ഒന്ന് വായിക്കുക, എന്നിട്ട് ഇതിങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഓർത്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ പ്രോബ്ലം ചെയ്യാൻ നേരത്തെ ഇക്വേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതൊരു ഫ്ലോയിൽ അങ്ങനെ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് ഇങ്ങനത്തെ കേസിൽ ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ വേർഡ്സ് പോസിബിൾ എന്ന് പറയുന്നത് എന്താണ്, എന്തിനോട് ഈക്വലാണ്, ടോട്ടൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ് അല്ലെങ്കിൽ ആൽഫബറ്റ് ഡിവൈഡഡ് ബൈ ഇത് ഇത്ര ഫാക്ടോറിയൽ ആട്ടോ, ടോട്ടൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ് ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടൈംസ് റെപ്പറ്റേഷൻ, റിപ്പീറ്റ് ചെയ്യുന്ന എത്രയാണോ അതിൻ്റെ ഫാക്ടോറിയൽ. അപ്പം നമ്മൾ ഇവിടുത്തെ കേസിലാണെങ്കിൽ ടോട്ടൽ വേസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇത് മൊത്തം എത്ര ലെറ്റേഴ്സ് ഉണ്ട്, 5 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത് 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഇവിടെ എത്ര ലെറ്റേഴ്സാണ് റിപ്പീറ്റ് ചെയ്യുന്നത്, 2 ലെറ്റേഴ്സ് അല്ലേ, അതായത് ഈ 2 പ്രാവശ്യമല്ലേ റിപ്പീറ്റ് ചെയ്യുന്നത്. ഇപ്പം ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. അപ്പം ആൻസർ എത്ര കിട്ടും, 120 ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടും. ഓക്കെ, 5 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 120, 2 ഫാക്ടോറിയൽ 2 വിച്ച് ഈസ് 60. ഇതാണ് റിപ്പീറ്റ് ചെയ്യാൻ നേരത്തുള്ള കാര്യങ്ങൾ. ഇപ്പം ഈ റെപ്പറ്റേഷൻ തന്നെ വേറൊരു എക്സാമ്പിളോട് പറയാം. ഇപ്പം ഇതിനകത്ത് ഒറ്റ ലെറ്റേഴ്സ് മാത്രമേ റിപ്പീറ്റ് ചെയ്തുള്ളൂ. ഇതുപോലെ വേറൊരു ചോദ്യമാണ്, അതായത് അലഹബാദ്. ഓക്കെ, ഇത് എത്ര ഡിഫറെൻറ്റ് വേസിൽ 9 ലെറ്റേഴ്സ് വേർഡാണ്, ഇത് എത്ര ഡിഫറെൻറ്റ് വേസിൽ, ഹൗ മെനി ഡിഫറെൻറ്റ് വേസിൽ പോസിബിൾ ആണെന്ന് പറയാം. ഇവിടെ എന്താ പ്രത്യേകത, ഇവിടെ നേരത്തെ ഈ മാത്രമേ റിപ്പീറ്റ് ചെയ്തുള്ളൂ, ഇവിടെ 2-3 ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്, മൊത്തം ആൽഫബറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ലെറ്റർനെസ് എന്ന് പറയുന്നത് എത്രയാണ്, 3, 6, 9 ലെറ്റേഴ്സാണ് അല്ലേ. ഇതിനകത്ത് റിപ്പീറ്റ് ചെയ്യുന്നത് ഏതൊക്കെയാണ്, എ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എ എത്ര ടൈംസ് ആണ്, 1, 2, 3, 4 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എൽ എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, 1, 2 ടൈംസ് എല്ലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ചെയ്യാൻ നേരത്ത് നമ്മൾ ടോട്ടൽ വേസ് എന്ന് പറയുന്നത് നേരത്തെ ഇക്വേഷൻ പോലെ തന്നെ ടോട്ടൽ നമ്പേഴ്സ് അത് എത്രയാണ്, 9 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ റിപ്പീറ്റ് ചെയ്യുന്ന ഓരോന്ന് സെപ്പറേറ്റ് ചെയ്യണം. ചിലവർ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് 4 ടൈംസ് 6 ടൈംസ് 6 ഫാക്ടോറിയൽ ഒന്ന് താഴെ എഴുതി വെക്കും. അതല്ല ചെയ്യേണ്ടത്. അത് അങ്ങനെ ചെയ്താൽ തെറ്റിപ്പോകും. അതായത് ഇത് 4 തവണയും L 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് ഇത് 4 + 2 6 എന്ന് പറഞ്ഞ് എഴുത്ത് താഴെ എഴുതിയാൽ എന്ത് ചെയ്യും, ഇവിടെ താഴെ 6 എന്ന് എഴുതിയാൽ അത് തെറ്റാണ്. എഴുതേണ്ടത് എങ്ങനെയാണ്, ഇത് അതേപടി തന്നെ, അതായത് ഡിവിഷൻ ഏതൊക്കെയാണോ റിപ്പീറ്റ് ചെയ്യുന്നത് അത് അതേപടി തന്നെ ഇത് ചെയ്യണം. അതായത് 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ, ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, മനസ്സിലായോ? അതായത് ഇതാണ് ഇതിൻ്റെ ആൻസർ വരിക. നമുക്കൊരു അത്യാവശ്യം ഒരു വലിയ സംഖ്യയിലേക്ക് പോകും. അപ്പം ജസ്റ്റ് നിങ്ങളൊരു ഇത് മനസ്സിലായല്ലോ, ഇത് ചെയ്യേണ്ട രീതി അങ്ങനെയാണ്. ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിനെ നിങ്ങൾ 9 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 6 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഇത് തെറ്റാണ്. ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതുപോലെ റിപ്പീറ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ ഇത്ര ശ്രദ്ധിച്ചാൽ മതി. അതായത് ഇക്വേഷനകത്ത് നിന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. ഇങ്ങനെ റെപ്പറ്റീഷൻ വരാൻ നേരത്ത് അത്രയും ആ റെപ്പറ്റീഷൻ എത്ര ടൈംസ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുവാണ് വേണ്ടത്. എന്നാലും നമുക്കത് ഈക്വൽ ആക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ സിമിലർ വേർഡ്സ് കയറി വരുമ്പോൾ നമുക്കത് ഓവർ കൗണ്ട് ആയിപ്പോവും. ഡബിൾ കൗണ്ട് ചെയ്ത് നമ്മൾ ചെയ്തു. അപ്പം ഓർക്കുക, അലഹബാദ് ഇങ്ങനെ വരാൻ നേരത്ത് എന്ത് ചെയ്യണ്ടേ, 9 ലെറ്റേഴ്സ് വരാൻ നേരത്ത് ഇപ്പം 2 ലെറ്റേഴ്സ് ഇതുപോലെ റിപ്പീറ്റ് ചെയ്യാൻ നേരത്ത് അത് എത്രയൊക്കെയാണോ അതിനെ ഡിവൈഡ് ചെയ്യുവാണ്. ഓക്കെ, ഇനി നമ്മൾ ഒരു പ്രോബ്ലം ചെയ്ത് എന്നിട്ട് നമുക്കൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യാം. അതായത് ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ചോദിച്ചാണ്. ഇതാണ് ഹൗ മെനി 3 ഡിജിറ്റ് നമ്പർ ക്യാൻ ബി ഫോംഡ്
നമ്പർ ആണെന്ന് ഉദ്ദേശിച്ചത് കേട്ടോ. ക്യാൻ ബി ഫോംഡ് യൂസിങ് നമുക്ക് തന്നിരിക്കുന്ന ഡിജിറ്റ് ഏതൊക്കെയാണ്. ഇപ്പം സപ്പോസ് 1 2 3 4 5. ഓക്കെ, ഈ 5 ഡിജിറ്റ് നമ്മൾ എടുക്കുവാണ്. അപ്പം ഇതുകൊണ്ട് നമുക്ക് എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സാണ് ഉപയോഗിക്കാൻ. ഇപ്പോൾ നമ്മൾ നേരെ ഇത് 5 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ നമുക്ക് നേരെ 5 ഫാക്ടോറിയൽ എന്ന് കൊടുത്താൽ മതിയായിരുന്നു അല്ലേ. 5 ഡിജിറ്റ് നമ്പറാണ് ചോദിച്ചെങ്കിൽ നമുക്ക് നേരെ എന്ത് ചെയ്യാം, 5 ഫാക്ടോറിയൽ എന്ന് പറയാമായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ചോദിച്ചേക്കുന്നത് 3 ഡിജിറ്റ് നമ്പറാണ്, 5 ഡിജിറ്റ് നമ്പർ അല്ല. അപ്പോൾ നമുക്ക് എന്താണ് 5 ഫാക്ടോറിയൽ എന്ന് എഴുതാൻ പറ്റില്ല. അപ്പം നമ്മൾ നേരത്തെ ബോക്സ് നമ്മളിവിടെ ഉദ്ദേശിച്ചില്ലേ, ബോക്സ് വരച്ചതിൽ ആ ഒരു കൺസെപ്റ്റ് തന്നെ, ആ ഒരു ടെക്നിക്ക് തന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതാണ് പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും, എളുപ്പമാണ്. എത്രയാണ് 3 ബോക്സ് വരയ്ക്കുക. ഓക്കെ, കാരണം 3 ഡിജിറ്റ് നമ്പറാണ് ചോദിച്ചാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയുള്ള 3 ബോക്സ് വരച്ചു. അപ്പം ആദ്യത്തെ ബോക്സിൽ നമുക്ക് എത്ര നമ്പേഴ്സ് ഉപയോഗിക്കാം. നമുക്ക് ഈ 5 നമ്പേഴ്സ് അവൈലബിൾ ആണ്. ഇത് റെപ്പറ്റീഷൻ അലൗഡ് അല്ലായിരിക്കും കേട്ടോ. റെപ്പറ്റീഷൻ ഈസ് നോട്ട് അലൗഡ്, RNA നമ്മൾ പറയും, റെപ്പറ്റീഷൻ നോട്ട് അലൗഡ്. അപ്പം ആദ്യത്തെ ബോക്സിൽ നമുക്ക് ചോദ്യത്തിനകത്ത് ചിലപ്പോൾ റെപ്പറ്റീഷൻ അലൗഡ് എന്നാണോ അല്ലെങ്കിൽ നോട്ട് അലൗഡ് എന്നൊക്കെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ചെയ്യാം. ആദ്യത്തെ ബോക്സിൽ നമുക്ക് എത്രയാണ് ഇത്, നമുക്ക് 3 ഡിജിറ്റ് നമ്പർ മതിയോണ്ടാണ് നമ്മൾ 3 ബോക്സസ് എടുത്തത്. ആദ്യത്തെ ബോക്സിൽ നമുക്ക് മൊത്തം 5 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ബോക്സ് നമുക്ക് എത്ര ഡിജിറ്റ് അലോ ചെയ്യാം, അല്ലെങ്കിൽ എത്ര ഡിഫറൻറ്റ് വേസിൽ ആദ്യത്തെ ബോക്സ് നമുക്ക് അറേഞ്ച് ചെയ്യാം. നമ്മളിത് അറേഞ്ച്മെൻ്റ് ആണ്, അതായത് ഈ ഒരു ആദ്യത്തെ ഒരു ഫസ്റ്റ് ബോക്സിനെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എത്ര ഡിഫറൻറ്റ് രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും, ഹൗ മെനി വേസ്, 5 ടൈംസ് അല്ലെ, 5 വേസ് അല്ലേ. ഇനി സെക്കൻഡ് ബോക്സിലേക്ക് വരാൻ നേരത്തെ എന്താവും, നമ്മൾ ഓൾറെഡി ഒരു നമ്പർ ഇവിടെ കൊടുത്തു അല്ലേ. ആദ്യത്തെ ബോക്സിൽ ഒരു നമ്പർ ഫില്ല് ചെയ്തു. ഇനി മിച്ചം എത്ര ഇതുണ്ട്, 4 ഡിജിറ്റ്സ് അല്ലേ മിച്ചമുള്ളൂ. കാരണം നമ്മുടെ കയ്യിൽ 5 എണ്ണം ഉണ്ടായിരുന്നു, അതിനകത്ത് ഒരെണ്ണം നമ്മൾ ആദ്യത്തെ ബോക്സിൽ കൊടുത്തു. ഇനി മിച്ചം 4 ഡിജിറ്റേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പം സെക്കൻഡ് ബോക്സ് നമുക്ക് എത്ര ഡിഫറൻറ്റ് വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും, 4 ഡിഫറൻറ്റ് വേസിലാണ് സെക്കൻഡ് ബോക്സ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. ഇത് തേർഡ് ഇതിലേക്ക് വരാൻ നേരത്ത് എന്ത് വരും, അത് 2 നമ്മൾ ഓൾറെഡി ഉപയോഗിച്ചു. ഇനി തേർഡിലേക്ക് വരാൻ നേരത്ത് 3 ഡിഫറൻറ്റ് വേസിൽ നമുക്ക് എന്ത് പറ്റത്തുള്ളൂ, അറേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പം മൊത്തം എത്രയാണ് ആൻസർ, എത്രയാണ് തന്നെ 4 × 3 12 × 5 60. മനസ്സിലായോ. ഈ ഒരു രീതിയിലാണ് നമുക്കിത് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്കൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാം. ഇപ്പം 20 മിനിറ്റായി. ഓക്കെ, അപ്പം ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാൻ നേരത്ത് അതിനു മുമ്പ് ഒരു ചെറിയൊരു ഇതുകൂടെ പറയാം. അതായത് നമുക്ക് കോമ്പിനേഷൻ്റെ ഹാൻഡ് ഷേക്കിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഇടയ്ക്ക് വരാറുള്ളതാണ്. അപ്പം നമ്മളോടൊരു ചോദ്യം ചോദിക്കുകയാണ്, അതായത് 10% ഷേക്ക് ഹാൻഡ്സ് ബിറ്റ്വീൻ ഈച്ച് അതർ. ഓക്കെ, 10% ഷേക്ക് ഹാൻഡ്സ് വിത്ത് വൺ അനദർ. ഇങ്ങനെ ഒരു പ്രോബ്ലം വരുമെന്ന് ചോദിച്ചു. നമ്മൾ ഇടയ്ക്ക് കാണാറുള്ള സാധനമാണ്. അതായത് ഇത് എത്ര ഹാൻഡ് ഷേക്ക് ഇവിടെ പോസിബിൾ ആയിരിക്കും. നമ്മളോട് ചോദിച്ചു 10% ഷേക്ക് ഹാൻഡ്സ് വിത്ത് വൺ അനദർ, ഹൗ മെനി വേസ് ദേ ആർ പോസിബിൾ. ഹാൻഡ് ഷേക്ക് എത്ര രീതിയിൽ പോസിബിൾ ആയിരിക്കും. ഇത് സിമ്പിൾ ചോദ്യമാണ് ഇത് വരാൻ നേരത്ത്. അതായത് ഇതിൻ്റെ ആൻസർ ഇത് ജസ്റ്റ് ഒരു കോമ്പിനേഷൻ ഇതാണ്. കാരണം നമ്മൾ ഇപ്പം 2 പേര് തമ്മിൽ ഒരു P1 P2 ഒരു P3 ഇവർ അങ്ങനെ 10 പേരുണ്ടെങ്കിൽ പോലും ഈ P1ഉം P2ഉം ഹാൻഡ് ഷേക്ക് ചെയ്യാൻ നേരത്ത് ഇത് നമ്മൾ P1 P2ന് കൊടുക്കുന്ന ഹാൻഡ് ഷേക്കും P2 P1ന് കൊടുക്കുന്ന ഹാൻഡ് ഷേക്കും എല്ലാം സെയിം അല്ലേ. ഇത് തമ്മിൽ വ്യത്യാസമൊന്നുമില്ലല്ലോ. മനസ്സിലായോ. അപ്പോൾ നമ്മളിവിടെ എന്താ ഉപയോഗിക്കുന്നത്, ജസ്റ്റ് അറേഞ്ച്മെൻറ്റ് കോമ്പിനേഷനാണ് ഉപയോഗിക്കുന്നത്, അല്ലാണ്ട് പെർമുട്ടേഷൻ അല്ല ഇവിടെ ഉപയോഗിക്കുന്നത്. കാരണം എന്താ, P1 P2ന് ഹാൻഡ് ഷേക്ക് കൊടുത്താലും P2 P1ന് ഹാൻഡ് ഷേക്ക് കൊടുത്താലും 2 സെയിം ആണ് അല്ല. അവർ തമ്മിൽ ഒരു ഹാൻഡ് ഷേക്ക് കൊടുത്തെന്നുള്ളേ ഉള്ളൂ. ആര് കൊടുത്തെന്ന് നോക്കുന്നില്ല, ജസ്റ്റ് അവർ ഹാൻഡ് ഷേക്ക് ചെയ്തോ ഇല്ലേ നോക്കിയാൽ പോരെ. ആ ഒരു കൺസെപ്റ്റിൽ ഇവിടെ വരാൻ നേരത്ത് നമ്മളിവിടെ കോമ്പിനേഷൻ ഉപയോഗിക്കും. അപ്പം നമ്മളിവിടെ കോമ്പിനേഷൻ ഉപയോഗിക്കാൻ നേരത്ത് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 10% ആണ്. അതിനകത്ത് 2 പേര് തമ്മിലാണ് ഹാൻഡ് ഷേക്ക് നടക്കുന്നത്, അതുകൊണ്ടാണ് 2 വരുന്നത്. അപ്പോൾ 2 പേര് തമ്മിലുള്ള ഹാൻഡ് ഷേക്ക്, ഒരു ഹാൻഡ് ഷേക്ക് എന്ന് പറഞ്ഞാൽ 2 പേര് വേണമല്ലോ. അപ്പം 10C2 ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ എളുപ്പമല്ലേ. അതായത് 10C2 എന്ന് പറയുമ്പോൾ നമുക്ക് 10 × 9/1 × 2 45 ആൻസർ കിട്ടും. ഇപ്പം സപ്പോസ് ഇവിടെ ഒരു 10% പകരം 15 പേരാണെങ്കിൽ 15% ആയിരുന്നെങ്കിൽ നമ്മളിത് ആൻസർ എന്ത് വന്നേനെ, 15C2 എന്ന് വന്നേനെ. 5 പേരെ ഉള്ളായിരുന്നെങ്കിൽ 5 പേരുകൾ തമ്മിൽ 5 ആൾക്കാർ തമ്മിൽ അങ്ങോട്ട് ഹാൻഡ് ഷേക്ക് ആയിരുന്നെങ്കിൽ 5C2 എന്ന് എൻ്റെ ആൻസർ വന്നേനെ. ഓക്കെ, ഇനി നമുക്കൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കാം.
2 പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യാത്ത സമയമാവും. അതായത് ചോദ്യം ഇതായിരുന്നു, ഹൗ മെനി 3 ഡിജിറ്റ് നാച്ചുറൽ നമ്പർ, അതായത് കണ്ടോ, വിത്തൗട്ട് റെപ്പറ്റേഷൻ ഓഫ് ഡിജിറ്റ് ആർ ദർ സച്ച് ദാറ്റ് ഈച്ച് ഡിജിറ്റ് ഈസ് ഓഡ് ആൻഡ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 5. നമ്മൾ നേരത്തെ ഒരു 3 ഡിജിറ്റ് നാച്ചുറൽ നമ്പറാണ് നമ്മൾ 1 2 3 4 5 തന്നിട്ട് അതുകൊണ്ട് പോസിബിൾ ആവുന്ന എത്ര. ഇവിടെ ചോദിച്ചേക്കുന്നത് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതായത് നമുക്കിവിടെ 3 ഡിജിറ്റ് നാച്ചുറൽ നമ്പർ വേണം. ഓക്കെ, പിന്നെ വിത്തൗട്ട് റെപ്പറ്റേഷൻ, അതായത് ചോദിച്ചിട്ടുണ്ട് കണ്ടോ, വിത്തൗട്ട് റെപ്പറ്റേഷൻ ഓഫ് ഡിജിറ്റ്സ് ആർ ദെയർ സച്ച് ദാറ്റ്. ഇനി കണ്ടീഷൻ എന്തൊക്കെയാ? ഈച്ച് ഡിജിറ്റ് ഈസ് ഓഡ് ആൻഡ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 5. അതായത് എല്ലാ ഡിജിറ്റ് ഓഡ് നമ്പേഴ്സ് ആയിരിക്കണം. നമ്മൾ എടുക്കാൻ പോകുന്ന, ഇതിനകത്ത് ആഡ് ചെയ്യാൻ പോകുന്ന എല്ലാ നമ്പേഴ്സും ഓഡ് ഡിജിറ്റ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് 0 to 1 2 3 9 വരെ എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ഇതിനകത്ത് ഓഡും ഉണ്ട് പ്ലസ് ഈവൻ നമ്പേഴ്സും അവിടെ അവൈലബിൾ ആവും അല്ലേ? 0 to 1 2 3 എടുത്താൽ 0 1 2 3 4 5 എന്ന് എടുത്താൽ അവിടെ ഓഡ് നമ്പേഴ്സും ഉണ്ട് ഈവൻ നമ്പേഴ്സും ഉണ്ട്. പകരം നമ്മൾ എന്തെടുക്കും? ഓഡ് നമ്പേഴ്സ് മാത്രം മതി. നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഓഡ് നമ്പേഴ്സ് മാത്രമേ പാടുള്ളൂ അല്ലേ? ആ സമയത്ത് നമ്മൾ എടുക്കാൻ പോകുന്നത് ഓഡ് നമ്പേഴ്സ് മാത്രമേ നമ്മൾ എടുക്കാവുള്ളൂ. അതായത് ഇപ്പം എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട്? 1 3 5 7 9. അപ്പം മൊത്തം 5 ഓഡ് നമ്പേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റിയത് മൊത്തം 5 ഓഡ് നമ്പേഴ്സാണ്. അപ്പം ഓഡ് നമ്പേഴ്സ് നമ്മൾ മാറ്റിയെടുത്തു. ഇനി അടുത്ത കണ്ടീഷൻ എന്താ? നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 5 അല്ലേ? കണ്ടോ, ലാസ്റ്റ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 5. അതായത് ഈ നമ്പർ, നമ്മൾ ഉണ്ടാക്കുന്ന ഈ 3 ഡിജിറ്റ് നമ്പർ 5 കൊണ്ട് ഡിവിസിബിളും ആയിരിക്കണം. അപ്പം ഒരു നമ്പർ 5 കൊണ്ട് ഡിവിസിബിൾ ആവണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്? നമുക്കറിയാം, വൺസിൻ്റെ സ്ഥാനത്ത്, അതായത് ഇപ്പം 44 ഡിവിസിബിൾ ആണോ? അല്ല, പക്ഷേ 45 ഡിവിസിബിൾ ആണെന്നറിയാം, 40 ഡിവിസിബിൾ ആണെന്നറിയാം. ഇതിനകത്ത് വ്യത്യാസം എന്താ? അതായത് ഇതിൻ്റെ വൺസിൻ്റെ സ്ഥാനത്ത് ഒന്നെങ്കിൽ 0 വരണം അല്ലെങ്കിൽ 5 വരണം അല്ലേ? ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ വൺസിൻ്റെ പ്ലേസിൽ 0 or 5 ഇത് വരാൻ നേരത്തെ എന്താവും? ആ നമ്പറിനെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം ഒരു നമ്പർ 5 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ വൺസിൻ്റെ പ്ലേസിൽ 0 or 5 വരണം. അപ്പം ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് 0 അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം 0 എന്ന് പറയുന്നത് നമുക്ക് ഓഡ് നമ്പേഴ്സ് മാത്രം മതിയുകൊണ്ട് 0 നമുക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് 0 കൊടുക്കാൻ പറ്റില്ല. നമുക്ക് ആകെ എന്ത് മാത്രമേ ഉള്ളൂ? 5 മാത്രമേ ഉള്ളൂ. അതായത് വൺസിൻ്റെ പ്ലേസിൽ 5 മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തുകൊണ്ട് 0 അല്ലെങ്കിൽ 5 മാത്രം വന്നതെന്ന് മനസ്സിലായോ? അതായത് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 5 ആയിരിക്കണം. അപ്പം ഒരു നമ്പർ 5 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ അതിൻ്റെ വൺസിൻ്റെ പ്ലേസിൽ എന്ത് വരണം? 0 or 5 വരണം. ഇവിടെ നമുക്ക് 0 എടുക്കാൻ പറ്റില്ല. കാരണം വേറൊരു കണ്ടീഷൻ കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് ഓഡ് നമ്പേഴ്സ് മാത്രമേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് നമുക്ക് എന്ത് പറ്റും? 5 മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ സപ്പോസ് ഇതൊന്ന് കുറച്ചൊന്ന് മാറ്റി വെക്കാം. അതായത് നമുക്കിനി നമ്പർ എടുക്കാം. അതായത് അപ്പം ആദ്യമായിട്ട് നമുക്ക് ഡിവിസിബിൾ 5 ആയിട്ട് നമുക്ക് വൺസിൻ്റെ പ്ലേസ് നമുക്ക് ഇവിടുന്ന് അറേഞ്ച് തുടങ്ങണം. ഇവിടെ 5 കൊടുക്കും. ഓക്കെ, വൺസ് നമ്മുടെ 3 ഡിജിറ്റ് നമ്പറിൻ്റെ വൺസിൻ്റെ സ്ഥാനത്ത് 5 ഓൾറെഡി അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. കാരണം നമുക്ക് എന്താണ് ഇതിനെ ഈ നമ്മളുണ്ടാക്കുന്ന നമ്പറിൻ്റെ ഡിവിസിബിൾ 5 ആയിരിക്കണം, അതുപോലെ തന്നെ ഓഡ് നമ്പർ ആയിരിക്കണം. അപ്പം ഈ 5 മാത്രമേ അവിടെ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് എത്ര വേസിൽ പോസിബിൾ ആയിരിക്കും? ഒരു 1 വേയിലല്ലേ പോസിബിൾ ആകത്തുള്ളൂ അല്ലേ? ഈ വൺസിൻ്റെ പ്ലേസിൽ നമുക്ക് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? ഒരേ ഒരു രീതിയിൽ മാത്രമേ അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് 5 മാത്രമേ അവിടെ കൊടുക്കാൻ പറ്റും. അത് 1. ഇനി നമ്മളിനി സെക്കൻഡ് ഇങ്ങോട്ട് വരാൻ നേരത്ത് ടെൻസിൻ്റെ പ്ലേസിൽ നമുക്ക് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് മൊത്തം 5 നമ്പേഴ്സ് ഉണ്ടായിരുന്നു. അതിനകത്ത് 5 നമ്മളിവിടെ ചൂസ് ചെയ്തു. 5 ഓൾറെഡി നമ്മളിവിടെ അപ്ലൈ ചെയ്തു, അതായത് വൺസിൻ്റെ പ്ലേസിൽ കൊടുത്തു. ഇനി നമ്മുടെ മിച്ചം എത്രയാണ് ഉള്ളത്? 1 3 7 9. ഈ 4 നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. കാരണം 5 ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതാണ്ട് 5 ഇവിടെ കൊടുത്തു. അപ്പോൾ ഈ 4 നമ്പേഴ്സ് കൊണ്ട് ഡിഫറെൻറ്റ് വേസ് 4 ഡിഫറെൻറ്റ് വേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ടെൻസ് അറേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിലേക്ക് വരാൻ നേരത്തെ എന്ത് പറ്റും? 4 ഈ 4 അവൈലബിൾ ആയിട്ടുള്ള നമ്പറിൽ ഒരെണ്ണം ടെൻസിൽ കൊടുത്തു. ഇനി മിച്ചം എത്രയുണ്ട്? 3 ഡിഫറെൻറ്റ് നമ്പേഴ്സേ ഉള്ളൂ. അപ്പം ഹൺഡ്രഡ്സിൻ്റെ പ്ലേസ് 3 ഡിഫറെൻറ്റ് വേസിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം മൊത്തം നമ്മുടെ ആൻസർ എത്ര വരും? ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ അതായത് 3 × 4 12, 12 × 1 12 തന്നെ. ആൻസർ എത്ര തന്നെ? 12. ഓപ്ഷൻ ബി 12 ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഇത് ചെയ്തത് മനസ്സിലായോ?
എളുപ്പമല്ലേ? ഒരു കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ചെയ്യേണ്ട രീതി മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്തെടുക്കാവുന്നല്ലേ ഉള്ളൂ. ഇതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള വേറൊരു ചോദ്യം കൂടി, അടുത്തൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. നമ്മൾ നേരത്തെ ചെയ്ത ഡൽഹി അല്ലേ, ഇവിടെ പക്ഷേ ഒരു വ്യത്യാസം ഉണ്ടെന്ന് വെച്ചാൽ ഹൗ മെനി ഡിഫറെൻറ്റ് 5 letter വേർഡ്സ് വിത്ത് ഓർ വിത്തൗട്ട് മീനിങ് ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് യൂസിങ് ആൾ ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ഡൽഹി. നമ്മളോട് ചോദിച്ചാണ് 5 letter വേർഡാണ് ആൻഡ് ഡൽഹിയിലെ എല്ലാ വേർഡും ഉപയോഗിക്കുകയും ചെയ്യണം. പക്ഷേ ഇതിനകത്തും എന്താണ് കണ്ടീഷൻസ് ഉണ്ട്. എന്താണ് കണ്ടീഷൻ? സോ ദാറ്റ് ഈച്ച് വേർഡ് ഹാസ് ടു ബി സ്റ്റാർട്ട് വിത്ത് ഡി ആൻഡ് എൻഡ് വിത്ത് ഐ. ചുമ്മാ നമുക്ക് നേരെ 5 letters കൊടുക്കാൻ പറ്റത്തില്ല. നമുക്ക് ജസ്റ്റ് ചുമ്മാ 5 different വേസിൽ അറേഞ്ച് ചെയ്താൽ നമ്മൾ നേരത്തെ പ്രോബ്ലം ചെയ്തതുപോലെ 5 factorial നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടിയേനെ. പക്ഷേ ഇവിടെ എന്ത് പറ്റും? കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് ആദ്യമേ ഡിയിൽ തുടങ്ങണം, നമ്മൾ എൻഡ് ചെയ്യുന്ന ഏതിലായിരിക്കണം? ഐയിലും ആയിരിക്കണം. അപ്പം നമ്മളിപ്പം ഒരു 5 letter വേർഡ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ 5 boxes വരയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളിങ്ങനെ 5 boxes വരച്ചു. അപ്പം ഇതിനകത്ത് നമ്മുടെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡി വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ ബോക്സിൽ നമ്മൾ ഡി അപ്ലൈ ചെയ്ത് കൊടുക്കും. കാരണം നമുക്ക് ആദ്യത്തെ ബോക്സിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഡി മാത്രമേ അവിടെ പറ്റാത്തുള്ളൂ. അതായത് ഡി വെച്ച് തുടങ്ങണം. അപ്പോൾ ആദ്യത്തെ ബോക്സിൽ ഡി മസ്റ്റായിട്ട് വരണം, വേറെ ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ലാസ്റ്റ് ബോക്സ് എന്തായിരിക്കണം? ഐ ആയിരിക്കണം. ഓക്കെ, അപ്പം ഈ 2 letters നമ്മൾ ഓൾറെഡി അവിടെ പുട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ 5 letter വേർഡിൻ്റെ തുടക്കത്തിലെ അവസാനത്തെ ലെറ്റേഴ്സ് നമ്മളവിടെ പുട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പം ആദ്യത്തെ ബോക്സ് എത്ര ഡിഫറെൻറ്റ് വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? 1 different വേയിൽ ഒന്നേ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ സിമിലറായിട്ട് അവസാനത്തെ ബോക്സും 1 different വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നടുക്കുള്ള 3 ബോക്സ് ഇത് എത്ര ഡിഫറെൻറ്റ് രീതിയിൽ അറേഞ്ച് ചെയ്യാന്നുള്ളതനുസരിച്ചിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. അതായത് ഇനി മിച്ചം എത്ര ലെറ്റേഴ്സ് ഉണ്ട്? ഇ എൽ എച്ച് അല്ലേ, ഈ 3 ലെറ്റേഴ്സല്ലേ മിച്ചമുള്ളൂ. കാരണം ഓൾറെഡി ഡിയും ഐയും നമ്മൾ കൊടുത്തു. 5 letter ഉണ്ടായിരുന്ന ഡൽഹിക്കകത്തെ ഡിയും ഐയും കൊടുത്തു. ഇനി മിച്ചം ഇ എൽ എച്ചേ ഉള്ളൂ. അപ്പം ഇത് കഴിഞ്ഞ വർഷം 2020 UPSC ചോദിച്ചതാണ് CSAT-ന്. അപ്പം എളുപ്പമാണ് ഇത്, നമ്മൾ കൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പം ഇ എൽ എച്ച് മാത്രമേ മിച്ചമുള്ളൂ. നമ്മൾ നേരത്തെ ഇപ്പം കുറച്ച് മുമ്പ് പഠിച്ചു വന്ന ഈ ഒരു കൺസെപ്റ്റ്, അതായത് ഇതിൻ്റെയൊക്കെ ഇൻട്രൊഡക്ഷൻ ബേസിക് ആയിട്ടുള്ള സാധനമാണ്. അപ്പം ആദ്യമേ ഡി കൊടുത്തു, അവസാനം ഐയും കൊടുത്തു. ഇനി മിച്ചമുള്ള ഈ 3 എണ്ണത്തിനകത്ത് ഇ എൽ വെച്ച് ആദ്യത്തെ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഈ ബോക്സ് എനിക്ക് എത്ര രീതിയിൽ ഫില്ല് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എത്ര ഡിഫറെൻറ്റ് വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? 3 different വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. കാരണം ഈ 3 ലെറ്റേഴ്സിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം, 3 ലെറ്റേഴ്സ് ഉണ്ട്, ഏതെങ്കിലും ഒരെണ്ണം നമ്മളിവിടെ കൊടുത്താൽ മതി. അപ്പം 3 എനിക്ക് വേണമെങ്കിൽ ഇ ഉപയോഗിക്കാം, അല്ലെങ്കിൽ എൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ എച്ച് ഉപയോഗിക്കാം. അപ്പം 3 different വേസിൽ ആദ്യത്തെ ബോക്സ് നമുക്ക് ഫില്ല് ചെയ്യാം. സെക്കൻഡ് ബോക്സിലേക്ക് വരാൻ നേരത്ത് എന്ത് വരും? നമ്മൾ ഓൾറെഡി ഈ 3 ലെറ്റേഴ്സ് നമുക്ക് ഇനി അവൈലബിൾ ആവും, ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. 5 letter ചൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഓൾറെഡി ഡിയും ഐയും ഓൾറെഡി ഓക്യുപ്പൈഡ് ആണ്. അപ്പം ഇ എൽ എച്ചിനകത്ത് നമ്മൾ ഒരെണ്ണം ഇവിടെ ചൂസ് ചെയ്തു. സെക്കൻഡ് ബോക്സിനകത്ത് വരാൻ നേരത്ത് 2 വേസിൽ. തേർഡ് ബോക്സ് വരാൻ നേരത്ത് ഇനി മിച്ചം എത്രയുണ്ട്? 1 കൂടിയേ ഉള്ളൂ അല്ലേ? കാരണം ആദ്യത്തെ ബോക്സ് 3 ലെറ്റേഴ്സ് ഉണ്ടായിരുന്നത് ഫസ്റ്റ് ബോക്സിൽ ഇ എൽ എച്ചിനകത്ത് 3 different വേസിൽ അറേഞ്ച് ചെയ്യാം. സെക്കൻഡ് ബോക്സ് വരാൻ നേരത്ത് ഓൾറെഡി നമ്മളൊരു ലെറ്റർ ഇവിടെ ഈ ബോക്സിൽ അപ്ലൈ ചെയ്യുകയും അല്ലെങ്കിൽ പുട്ട് ചെയ്യും. അപ്പോൾ നമുക്കിനി മിച്ചം എത്രയാണ്? 2 ലെറ്റേഴ്സ് മിച്ചം കാണത്തുള്ളൂ. അത് ഇപ്പം സെക്കൻഡ് ബോക്സിൽ അത് 2 different വേസിൽ, തേർഡ് ബോക്സ് വരാൻ നേരത്ത് ലാസ്റ്റ് നമുക്കറിയാം 1 different വേസിലേ പറ്റത്തുള്ളൂ. അങ്ങനെ മൊത്തം എത്ര വരും? ഇതിനെല്ലാം മൾട്ടിപ്ലൈ ചെയ്താൽ മതി, നമ്മുടെ മൊത്തം പോസിബിൾ വേസ് കിട്ടും. എത്ര കിട്ടും? 6 അല്ലേ? 3 into 2 6 different വേസിൽ നമുക്കിത് അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഇത്ര കുറഞ്ഞത് എന്താ? കാരണം ഡിയും ഐയും ഫസ്റ്റും ലാസ്റ്റ് പൊസിഷനും ഡിയും ഐയും അല്ലെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ഡിയും അവസാനം ഐയും കൊടുത്ത് ബാക്കി മിച്ചമുള്ള 3 ലെറ്റേഴ്സ് കൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആൻസർ ഇവിടെ ഓപ്ഷൻ ഡി 6 ആണ് ആൻസർ വരുന്നത്. ഇപ്പോൾ ഒരു അരമണിക്കൂർ എടുത്ത് ഇത്രയും ക്ലാസ് എടുത്തു. അപ്പോൾ CSAT-ൻ്റെ ഇതൊരു പെർമിറ്റേഷൻ ആൻഡ് കോമ്പിനേഷൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ബേസിക് ആയിട്ടുള്ള സാധനമാണ്. ആ ഒരു ജസ്റ്റ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പം ഈ ഒരു ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം താങ്ക് യു.